നമുക്ക് എല്ലാവരും കാണും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ചെയ്താലും അത് ശരിയാവില്ല. നമ്മൾ കുറേ കാലം മുതൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും, എന്നാലും ശരിയാവാത്ത ചില കാര്യങ്ങളുണ്ട്. അതേപോലെ എനിക്ക് എപ്പോഴും തോന്നാനുള്ളൊരു കാര്യം സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ കാര്യം. ഞാൻ എത്ര ചെയ്താലും അത് ശരിയാവില്ല. എൻ്റെ 1ാം ക്ലാസ്സിൽ ഒരു കഥ പറയാൻ പോയി തുടങ്ങിയത് ഞാൻ സ്റ്റേജിൽ. അന്ന് ഞാനൊരു എന്തോ ചെറിയ കഥ പറയാൻ പോയി. ആ കഥ ഒന്നും പറയാതെ 2 വരി പറഞ്ഞ് അങ്ങനെ ഇറങ്ങി ബാക്കിലൂടെ ഓടിയതാണ് ഞാനാദ്യം. ഇതാണ് എൻ്റെ ഫസ്റ്റ് അനുഭവം. അതിന് ശേഷം ഞാൻ പിന്നെ 2ാം ക്ലാസ് ഇതേപോലെ തന്നെ അടുത്ത കൊല്ലം ഇതായപ്പം കഥ പറയല്ല കവിത പാടാൻ പോയി. ചിലപ്പോൾ ഈ കഥ തെറ്റിച്ചുകൊണ്ട് നീ മാറ്റി പിടിക്കാച്ചിട്ടോ, എനിക്ക് ഓർമ്മയില്ല അന്നത്തെ. അന്ന് മയിൽപ്പീലി എന്ന് പറഞ്ഞ OMV കുറുപ്പിൻ്റെ ഒരു കവിതയാണ് ചൊല്ലാൻ പോയത്. ഇത് തന്നെ ഈ കവിത എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മയിൽപ്പീലി കണ്ടില്ല എൻ മകൻ തേങ്ങിക്കരയുന്നു. ഇതേപോലെ തന്നെ തേങ്ങിക്കരയണത് പക്ഷെ അവിടെ മകനായിരുന്നില്ല, ഞാനായിരുന്നു. 2 വരെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരച്ചിൽ തുടങ്ങി. നമ്മളെ കയ്യിൽ നിന്ന് പോയി അവിടെ. നമ്മൾ ആ സ്റ്റേജിൽ കയറുന്ന പിന്നെ നമ്മൾ വേറെ ആരുണ്ട്. നമ്മൾ ഒരു വിനീത് ശ്രീനിവാസൻ്റെ പടം ഉണ്ടെന്നല്ലോ ഇപ്പോൾ അടുത്തിറങ്ങിയ. മൂപ്പര് നമ്മളെ ആജു വർഗീസിനോടേട്ടൻ പറയുന്നതാണ്, നിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ജഡ്ജിയാണ്. അപ്പം പക്ഷേ ജഡ്ജിൻ്റെ അവിടെ ആ സീറ്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മൂപ്പര് വേറൊരു വ്യക്തിയായി മാറും. മൂപ്പര് പറയുക അവിടെ കയറി കഴിഞ്ഞാൽ വേറെ എന്തോ ആകുവാണ് ഞാൻ. അപ്പം ഇതേപോലെ തന്നെ ഞാൻ സ്റ്റേജിലോട്ട് എത്തുന്ന നമ്മളിങ്ങനെ തുള്ളിക്കളിച്ചിങ്ങനെ പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ട്രോമ പേഷ്യൻ്റെ പോലെ പിന്നെ ഇങ്ങനെയായി മാറും. എൻ്റെ മുഖം ഭാവം മാറും, എൻ്റെ ശരീരം ഇതിൻ്റെ ആ ചലനങ്ങൾ മാറും, മൊത്തം മാറും. ഒരു മരപ്പാവ പോലെയാണ്. ഇതെൻ്റെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ അത്ര നേരം എൻ്റെ മനസ്സ് ഭയങ്കര ക്ലിയർ ആയിരുന്നു, എനിക്കെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴോ പിന്നെ ഒക്കെ ബ്ലാങ്ക് ഔട്ടാണ് മൊത്തത്തിൽ. മറ്റേ നമ്മളെ തട്ടത്തിൽ മരത്തിലെ ഇതുപോലെ ഒരു കാറ്റ് വന്നാൽ ഓളെ മുഖം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ പറഞ്ഞു. എനിക്ക് പിന്നെ ഒന്നും കാണാനില്ല, മൊത്തത്തിലൊരു പുകയെ. അതാണ് സ്റ്റേജിലുള്ള അവസ്ഥ. ഇത് 1 2 കഴിഞ്ഞില്ല, ഇങ്ങനെ പലവട്ടം പല പരിപാടിക്കും പോയി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ബിടെക്കിൽ സെമിനാർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ സ്റ്റേജ് ഫിയർ ഉണ്ട്. അതിലൊരു ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഓർമ്മയ്ക്കുള്ള കാര്യം, ഞങ്ങളന്ന് സെമിനാർ എടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഈ ക്ലാസ്സിലൊക്കെ നമ്മളിങ്ങനെ പാട്ട് പാടാൻ ഇങ്ങനെയൊക്കെ പോകണമല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഒരു പേടിയിലൊരുത്തനാണ് ഫർഷാദ്. അണ്ണനാണെങ്കിൽ ഒന്നിനും പോവില്ല, നമ്മളെ കൂടെ പഠിക്കുന്ന നമ്മളെ കമ്പനിക്കാരനാണ്. അപ്പോൾ ഞങ്ങളുള്ള ഒരു ടീമാണ്. അപ്പോൾ അനക്കെന്താ പ്രശ്നം ഇജ്ജ് എന്നും പാട്ടൊക്കെ പാടാൻ പോകണല്ലോ, അനക്ക് പ്രശ്നമില്ലല്ലോ, ചിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സെമിനാറുകളെ മുന്നിൽ സംസാരിക്കാൻ പോകണം. ആ ടെൻഷനാണ് ഓനറിയുമ്പോഴേ വല്ല കാര്യം. നമുക്കിത് ചെയ്തിട്ട് ഇത് മറ്റേ ട്രോമയിൽ കിടക്കുകയാണ്, ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമൊന്നുമല്ല. നമ്മളിപ്പോൾ ഈ ബാത്റൂമിൽ കയറിയിട്ട് പാട്ട് പാടാൻ കാണാറില്ലേ, ജസ്റ്റ് ഇതിന് ഭയങ്കര എക്സാമ്പിളാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര, പിന്നെ നമ്മളവിടുത്തെ യേശുദാസാണ്, അടിപൊളിയായിട്ട് ഭയങ്കര സ്കൂൾ സീനായിട്ട് നമ്മൾ ചെയ്യും, പാട്ട് പാടും, എന്തോ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്ക് തോന്നും ഈ പാട്ടൊക്കെ പാടി ഞാൻ തന്നെയാണ്. പിന്നെ നമ്മൾ മുണ്ടില്ല, പിന്നെ സൈലൻ്റ്. അതേ ഒരവസ്ഥ. എത്ര ചെയ്താലും ശരിയാവാത്ത സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എവിടെ നിന്നില്ലാത്ത കുറേ പേടികളെ കണ്ടുവരിക. എന്തൊക്കെയായാലും പണ്ട് ഭയങ്കര പേടിയാണ്. തലമുടി മുതൽ കാലിൻ്റെ നഖം വരെ വരയ്ക്കുന്ന പറഞ്ഞ പോലെയാണ്. മേല് മൊത്തം ഇങ്ങനെ കൊടയും കിടന്നിട്ട് ചൂടായിട്ട് നമ്മൾ ഈ സ്റ്റേജിലെത്തുമ്പോണ്ടല്ലോ പനി പിടിച്ചിട്ട് മറ്റേ വിറയ്ക്കണ പോലെ, അത്ര പേടി എനിക്ക്. പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടായി. ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴത്തേക്ക് തലമുടി എന്നുള്ള ഇങ്ങനെ ഇറങ്ങി മുട്ടിൽ വരെ എത്തി. പിന്നെ ഇപ്പോൾ ഏകദേശം കാലിൻ്റെ അടിയെ വിറയ്ക്കുള്ളൂ, മോളിക്ക് വിറയ്ക്കാറില്ല. അങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പണ്ട് നമ്മളെന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റും എന്നുള്ള പേടിയോടെ പോയത്. ഇപ്പം എൻ്റെ ആഗ്രഹം തെറ്റട്ടെ, തെറ്റിയിട്ടുണ്ടെങ്കിൽ നീ തെറ്റും എന്നുള്ള പ്രശ്നമില്ലല്ലോ, തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരും കഴിഞ്ഞല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് അപ്പോൾ പോണത്. എന്തായാലും ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുന്നുണ്ട് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പം ഇത് ഞാൻ ഭയങ്കര എന്നെ പലപ്പോഴായിട്ട് ഹോണ്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഹോണ്ട് ചെയ്താൽ നമ്മൾ തോൽക്കാതെ തയ്യാറുള്ളതുകൊണ്ട് ഇപ്പം മാറിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലിൻ്റെ നഖത്തിൽ നിന്നുള്ള വിറയും കൂടിയാണ് പോയി കിട്ടിയാൽ നമ്മൾ സെറ്റാണ്. അപ്പം അത് സംഭവിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഒക്കെ സെറ്റാവൂലേ, അല്ലാതെ എവിടെ പോകാനല്ലേ. അപ്പം ബാക്കി നമുക്ക് നാളെ കാണാം.
നാളെ സംസാരിക്കാം. ഇന്നത്തേക്ക് ബൈ.